നമസ്കാരം. 4 കോടി രൂപയോളം മുടക്കി ഭൂതത്താൻകെട്ട് അണക്കെട്ടിനോടനുബന്ധിച്ച് നിർമ്മിച്ചിരുന്ന ചെക്ക് ഡാമിന് വിള്ളൽ. ഇതേ തുടർന്ന് വിസ്തൃതമായ പ്രദേശത്ത് സംഭരിച്ചിരുന്ന വെള്ളം അപ്പാടെ ഒഴുകിപ്പോയി. സമീപത്തെ നടപ്പാതയും നശിച്ചു. ഇന്നലെ വൈകിട്ടാണ് ചെക്ക് ഡാമിന്റെ ഷട്ടറിനോട് ചേർന്ന ഭാഗത്ത് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിള്ളൽ വലുതായി വെള്ളം ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുകയായിരുന്നു. വെള്ളമൊഴുക്ക് പുഴയിലേക്കായതിനാൽ ദുരന്ത സാധ്യത ഒഴിവായി. രാത്രിയോടെയാണ് സമീപ പ്രദേശത്തെ നടപ്പാത തകർന്നത്. ചെക്ക് ഡാമിന്റെ കോൺക്രീറ്റ് മതിലിനോട് ചേർന്നുള്ള ഭാഗത്തെ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചുപോയതിനാലായിരിക്കാം വിള്ളൽ വീണതെന്നും എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പെരിയാർ വാലി അധികൃതർ അറിയിച്ചു. പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി 4 നൂറ്റാണ്ട് മുമ്പാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥാപിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി വർഷകാലത്ത് മാസങ്ങളോളം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിടുക പതിവാണ്. കനാലിന്റെയും ഡാമിന്റെയും അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് പ്രധാനമായും ഷട്ടറുകൾ തുറന്നിടുക. ഈ സമയം ജലാശയം വറ്റി വരേണ്ട സ്ഥിതിയാവും. ഇതോടെ ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം നാമമാത്രമാകും. ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ഡാമിനോട് ചേർന്നുള്ള വിസ്തൃതമായ നീർച്ചാൽ പ്രദേശത്ത് പെരിയാർ വാലി ചെക്ക് ഡാം നിർമ്മിച്ചത്. ഇവിടെ ബോട്ടിങ്ങിനും സൗകര്യമൊരുക്കിയിരുന്നു. ചെക്ക് ഡാമിന്റെ ഷട്ടറിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇന്നലെ വൈകിട്ട് വിള്ളൽ രൂപപ്പെട്ടത്. രാത്രിയോടെ തന്നെ ഡാമിലെ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയി. കേടുപാടുകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ നീക്കം ആരംഭിച്ചതായിട്ടാണ് സൂചന. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ള അവസരത്തിൽ പ്രദേശത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ചെക്ക് ഡാം പരിസരത്താണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജലാശയവും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെള്ളം ഒഴുകിപ്പോയതോടെ പ്രദേശം ചെളിക്കെട്ടായി പരിണമിച്ചു. ചെക്ക് ഡാമിന്റെ കേടുപാടുകൾ പരിഹരിച്ച് പ്രദേശം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇത് എന്ന് സാധ്യമാവും എന്നത് കണ്ടറിയണമെന്നതാണ് നിലവിലെ സ്ഥിതി. KLM updates, Kodamugala.